എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന FruitBae BerryUp ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല, അതെല്ലാവർക്കും അറിയുന്നതായിരിക്കും ആരൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. കാരണം നമ്മൾ ഇതിൻ്റെ വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, 2 ദിവസം മുന്നേ നമ്മൾ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടാക്കിയ പോലെയല്ല, നമ്മൾ വേറെ മോഡലായിട്ട് 2 മോഡലായിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ട് നോക്കിയിട്ട് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, പോയി കാണാം കേട്ടോ. അല്ലെങ്കിൽ മുകളിൽ കാണുന്ന ഐ കാർഡിലുണ്ട്, ഒന്ന് പോയി കാണാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കുറച്ച് തോന ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, വേറെ കാര്യത്തിനും കൂടി ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാക്കണം, നല്ലോണം നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഫ്ലഫി ആയിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു വിപ്പിംഗ് ക്രീം 2 ഭാഗമാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലൊരു ഭാഗം നമ്മൾ മാംഗോൻ്റെ ഐസ്ക്രീം ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ടൈഗറിൻ്റെ മാംഗോയുടെ എസൻസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 3-4 ഡ്രോപ്സ് ഇതിലേക്ക് ഉറ്റിച്ച് കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറെ പണിയില്ല, നമ്മൾ ഇതാക്കുന്നത് ഒന്നുകൂടി ബീറ്റാക്കി എടുത്തിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് ഇതൊന്ന് ഉറപ്പിച്ചെടുക്കുക, അതായത് ഐസ്ക്രീം ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ BerryUpൻ്റെ ഒറിജിനൽ വേർഷൻ അവർ ഗ്ലാസ് വെച്ചിട്ടാട്ടോ ചെയ്യുന്നത്. ഗ്ലാസ് എന്ന് പറയുന്നത് മേത്തലും താഴത്തുമായിട്ട് ഓട്ടുള്ള ഗ്ലാസ് ഇല്ലേ, അത് വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. പലരും പല വീഡിയോയിലും കണ്ടിട്ടുള്ളതായിരിക്കും. പക്ഷേ നമുക്കിവിടെ അങ്ങനത്തെ ഗ്ലാസ് കിട്ടാനില്ലാത്തതുകൊണ്ട് ഒരു OHP ഷീറ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഗ്ലാസ് പെയിൻറ്റിനൊക്കെ ഉപയോഗിക്കുന്നത് അത് ഇവിടെ കുറച്ചെണ്ണം ബാക്കിയുണ്ടായിരുന്നു, അതെടുത്തിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാക്കണം, ഒന്ന് റോൾ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തു. അല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് ഷീറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കുപ്പിയൊന്ന് നമ്മൾ കട്ടാക്കിയാലും മതി കേട്ടോ. അപ്പോൾ അതിന് നമ്മളൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ, വൈറ്റ് പ്ലേറ്റ് എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമല്ലോ. എന്നിട്ട് ഈ OHP ഷീറ്റ് റോൾ ചെയ്തത് അതിൻ്റെ നടുവിലായിട്ട് വെച്ച് കൊടുത്തിട്ട് ഫസ്റ്റ് തന്നെ കുറച്ച് നട്ട്സാണ് ഇട്ട് കൊടുക്കുന്നത്. നട്ട്സ് എന്ന് പറയുമ്പോൾ അണ്ടിപ്പരിപ്പും ബദാമുമാണ്. അത് ചെറുതായിട്ട് മുറിച്ചിട്ടതാണ് കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന വിപ്പിംഗ് ക്രീം ഇല്ലേ, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് 2-3 സ്പൂണ്. അപ്പോൾ മാംഗോൻ്റെ എസൻസ് ഒഴിച്ചിട്ടുള്ളതല്ല, നമ്മൾ പുറത്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഫ്രീസറിലൊന്നും വെച്ചിട്ടും ഇല്ല കേട്ടോ. അടുത്തായിട്ട് നമ്മൾ ഇതിൻ്റെ മേത്തൊക്കെയായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഫ്രൂട്ട്സാണ് കേട്ടോ. ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ സ്ട്രോബെറി, മാംഗോ, ആപ്പിൾ, ബ്ലൂബെറി ഇവയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ അതും ഇതിൻ്റെ മേത്തൊക്കെയായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഇതിലൊക്കെ ഒഴിച്ച് കൊടുക്കുന്നത് സ്ട്രോബെറി ഫ്ലേവേർഡ് യോഗട്ടാണ്. അഥവാ സ്ട്രോബെറി ഫ്ലേവേർഡ് യോഗട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സ്ട്രോബെറി ഒന്ന് ജ്യൂസ് അടിച്ചിട്ട് പുളിയില്ലാത്ത തൈരൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതാക്കുന്നത് നമ്മൾ ഇതിൻ്റെ മേത്തൊക്കെ കോൺഫ്ലേക്സാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത് നമ്മൾ ബ്ലൂബെറി ഫ്ലേവേർഡ് യോഗട്ടാണ് എടുത്തിട്ടുള്ളത്. അതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുളിയില്ലാത്ത തൈരക്ക് ബ്ലൂബെറി ജ്യൂസ് ഒന്ന് അടിച്ച് ഇതിലേക്ക് ഒഴിച്ചുങ്ങായി ഒന്ന് മിക്സാക്കി എടുത്താൽ മതി കേട്ടോ. നമ്മളിപ്പോൾ അങ്ങനെയല്ല, നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആദ്യം മുതൽ ഇട്ട പോലെ തന്നെ കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സ്, ഫ്ലേവേർഡ് യോഗട്ട് ഇതൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കോൺഫ്ലേക്സും ഒക്കെ അങ്ങനത്തെ നിറച്ചും ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി ഈ ഒരു FruitBaeയുടെ ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് അവർ ചെറിയ ഗ്ലാസ്സിൽ വെച്ചിട്ടാണ് അവരിത് ചെയ്തെടുക്കുന്നത്. പക്ഷേ നമ്മളിത് കുറേ ആക്കിയിട്ടുണ്ട് കേട്ടോ. കുറേ ആകുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നത് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് വിപ്പിംഗ് ക്രീമും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വേറെ ചെറിയൊരു പാങ്ങിനും വേണ്ടിയിട്ട് നമ്മൾ സ്ട്രോബെറി സിറപ്പും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തേത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരെണ്ണം കൂടി ഉണ്ടാക്കുന്നുണ്ട് വേറൊരു മോഡലായിട്ട്. അതും കൂടി ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഇത് വലിക്കാൻ തുടങ്ങാം. അപ്പോൾ അടുത്ത് നമുക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് വേറൊരു OHP ഷീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറേ ഉണ്ടായി, നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ എനിക്ക് ഈ ഗ്ലാസ് പെയിൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ OHP ഷീറ്റിൻ്റെ ആ സംഭവം അവിടെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കോൺഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളതിലേക്ക് നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്ന മാംഗോയുടെ ഐസ്ക്രീമും ഇട്ട് കൊടുത്തിട്ടുണ്ട്. മാംഗോയുടെ ഐസ്ക്രീം എന്ന് പറയുമ്പോൾ നമ്മളിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതായതുകൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു മാംഗോയുടെ ഐസ്ക്രീമിൽ മധുരം ഇട്ടിട്ടില്ലല്ലോ എന്ന് ചിലപ്പോൾ വിചാരിക്കും. അപ്പം ഈ ഒരു ക്രീം തന്നെ നല്ല മധുരമുള്ളൊരു ക്രീം തന്നെയാണ് കേട്ടോ.
ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കി വന്നിട്ടുണ്ടായിരുന്ന ഫ്രൂട്ട്സ് ഇല്ലേ അത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഇതിൻ്റെ മേത്തൊക്കെ തന്നെ നമ്മൾ കോൺഫ്ലേക്സ് ഇട്ട് കൊടുത്തു. പിന്നെ നേരത്തെ വെച്ച അതേ സെയിം ബ്ലൂബെറി ഫ്ലേവേർഡ് യോഗേർട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറെ കാര്യം പറയാൻ പറഞ്ഞു, ഐസ്ക്രീം കുറച്ച് ലൂസായിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ വിൻ്റർ സീസണല്ല, നല്ല തണുപ്പായതുകൊണ്ട് തണുപ്പൊന്ന് ലൂസായി കിട്ടാൻ വേണ്ടി പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇങ്ങനെ ലൂസായിട്ട് തോന്നുന്നത്. അങ്ങനത്തെ ഫുള്ളാന്ന് പറയാൻ നമ്മളിങ്ങനെ ഓരോ ലെയറായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. നട്ട്സ്, കോൺഫ്ലേക്സ്, യോഗേർട്ട്, ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തു. എന്നിട്ട് അവസാനം നമ്മളിതിന് മുകളിലായിട്ട് നമ്മുടെ മാംഗോയുടെ ഐസ്ക്രീം വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തേൻ്റെ മേത്തിൽ നമ്മൾ സ്ട്രോബെറിയുടെ സിറപ്പായിരുന്നു ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തേതിൽ ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ ചോക്കോ ചിപ്പായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഐസ്ക്രീമിൻ്റെ ഒക്കെ കൂടെ ഇത് കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി അടുത്ത പണി എന്തെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു OHP ഷീറ്റ് വലിക്കുകയാണ് വേണ്ടത്. ഇത് ഈ അടുത്ത് ട്രെൻഡിങ് ആയിക്കൊണ്ടുണ്ടായിരുന്ന പുൾമിയപ്പ് കേക്ക് ഇല്ലേ, അതിൻ്റെ വേറൊരു വെർഷനാണ് കേട്ടോ. പക്ഷേ നമ്മളത് ട്രൈ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഇത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയപ്പോഴും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇത് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയത് തന്നെ നമ്മൾ ഫസ്റ്റിൽ വീഡിയോ ഇടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് പോയി കാണണം കേട്ടോ. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടവരൊക്കെ നല്ല അഭിപ്രായമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ബെറിയപ്പ്. അപ്പോൾ ഇത് കുറേ ആൾക്കാർ ഇപ്പോൾ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ, പല മോഡലായിട്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ രീതിയിലായിട്ടാണ് ഇപ്പോൾ ഇവിടെ ട്രൈ ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ കഴിക്കുന്ന ഐസ്ക്രീം അല്ലെങ്കിൽ ഫ്രൂട്ട് സലാഡ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനേക്കാളും ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു ബെറിയപ്പിന് കിട്ടുന്നത് കേട്ടോ. ഫ്ലേവേർഡ് യോഗട്ടൊക്കെ നമ്മൾ വാങ്ങിക്കുകയെന്നുണ്ടെങ്കിൽ അത് ഒറ്റയ്ക്ക് കഴിക്കലാണ്. പക്ഷേ ഇങ്ങനെ ഒരു ഇത് FruitBaeയുടെ ആ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയതിൻ്റെ ഫോട്ടോ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് അയച്ചിട്ട് ഫോട്ടോ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ബൈ.